എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERT ക്ലാസ്സുകളിൽ ഇന്ത്യൻ ഹിസ്റ്ററി ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SCERT 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. 6ാമത്തെ ചാപ്റ്ററിൽ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അതിൻ്റെ MCQ ക്വസ്റ്റ്യൻ എല്ലാവരും അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിയമലംഘന സമരവും ദണ്ഡി യാത്രയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചാപ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചത് എവിടം വരെയായിരുന്നു പഠിച്ചതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ? എവിടം വരെയായിരുന്നു നമ്മൾ പഠിച്ചത്? ലാഹോർ സമ്മേളനം അല്ലേ? ലാഹോർ സമ്മേളനം വരെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ദണ്ഡി യാത്രയിലെ കാര്യം പഠിക്കുവാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാനാണ് ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിരുന്നത് അല്ലേ? ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. SCERTയിലെ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും എവിടെ ഉണ്ടായിരുന്നു? ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തെ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ എവിടെയായിരുന്നു അത്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. എത്ര ദിവസമായിരുന്നു? 24 ദിവസം നീണ്ടുനിന്ന യാത്ര. റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിച്ചു. അങ്ങനെ 1930 ഏപ്രിൽ 6-ന് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ലഘുരേഖകൾ, എന്നിട്ട് എങ്ങനെയൊക്കെ ഉപ്പ് നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ലഘുരേഖകൾ ജനങ്ങൾക്ക് തയ്യാറാക്കി വിതരണം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ദണ്ഡി യാത്ര എന്ന് പറയുന്നത്. ഉപ്പ് നിയമത്തിനെതിരെയായിരുന്നു അത് നടത്തിയത്. 24 ദിവസം 78 അനുയായികൾ. എന്നായിരുന്നു ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചത്? ഏപ്രിൽ 6-ന് കേട്ടോ. ഏപ്രിൽ 6-ന് 1930 ഏപ്രിൽ 6-ന്. ഇനി എന്തുകൊണ്ടാണ് ഉപ്പ് തിരഞ്ഞെടുത്തത്? ഉപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരേപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഇത് ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾ കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തക ഗാന്ധി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. ഓക്കെ, നിന്ദ്യമായ കുത്തക എന്നായിരുന്നു ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. ഓർത്തിരിക്കുക. അപ്പോൾ ദണ്ഡിയിൽ ഉപ്പ് നിയമം ലംഘിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ധരാസനയിലെ പോരാട്ടം. ധരാസന ഗുജറാത്തിൽ തന്നെ 1930 എന്നായിരുന്നു മെയ് 21-ന് കേട്ടോ. മെയ് 21-ന് 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നത് വരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സഹസമരക്കാർ എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുപോയി. അപ്പോഴേക്കും പുതിയ സംഘം പിന്നെയും മുന്നോട്ട് വന്നു. പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം വന്നു. അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസ് എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320 പേരും മരിച്ചവർ എത്രയായിരുന്നു? 2 പേരുമായിരുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ നിസ്സഹകരണ സമരം നമ്മൾ ആദ്യം കണ്ടല്ലേ. അപ്പോൾ ആ നിസ്സഹകരണ സമരത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം പ്രകടമായ സമരം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ നിയമലംഘന സമരമായിരുന്നു. ഈ നിസ്സഹകരണ സമരത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞ സമരം പുരോഗമിച്ചത്. പിന്നെ നമ്മുടെ വടക്ക് പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു.
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു അവിടെ സമരത്തിന് നേതൃത്വം നൽകിയത്. എവിടെയാണ്? വടക്ക് പടിഞ്ഞാറ്. ഓക്കെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഖുദായ് ഖിദ്മത്ഗർ എന്ന ഒരു സന്നദ്ധ സേനയും പ്രവർത്തിച്ചിരുന്നു. ആ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഉപ്പ് നിർമ്മാണം, പിന്നെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമരപരിപാടികൾ അവർ സജീവമായി പങ്കെടുത്തു. തൊഴിലാളികൾ നമ്മുടെ റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. പിന്നെ ഷോലാപൂരിൽ, അതായത് മഹാരാഷ്ട്ര ഷോലാപൂരിലെ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തു. പിന്നെ കർഷകരെങ്ങനെയായിരുന്നു? കർഷകർ സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയുമാണ് സമരത്തിൽ പങ്കാളികളായത്. പിന്നെ ഗോത്രജനത വനനിയമങ്ങളൊക്കെ ലംഘിച്ചു, കാടുകളിൽ കയറി വിഭവങ്ങളൊക്കെ ശേഖരിച്ചാണ് ഈ നിയമലംഘന സമരത്തിൽ പങ്കാളിയായത്. പിന്നെ കച്ചവടക്കാരും വ്യവസായികളും എന്താ ചെയ്തത്? ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും അവരെന്ത് ചെയ്തില്ല? തയ്യാറായില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ പങ്കാളിത്തം ഈ സമരത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി ആരാണ് റാണി ഗേഡിൻല്യൂ? ആരാണ്? നിയമലംഘന സമരത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗേഡിൻല്യൂ. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് ഇവർ ജയിൽ മോചിതയായത് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു കഥ പോലെ ഓരോരോ ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നാളെ ഇതിൻ്റെ MCQ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ ഉഷാറായി പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ, അല്ലേ? അത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? സന്ധി സംഭാഷണം, അല്ലേ? അതായത് ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടന്നു. ഈ കൂടിയാലോചനകളെയാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നത്. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെൻറ് ശ്രമം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത് ഗാന്ധി-ഇർവിൻ ഉടമ്പടി, അല്ലെങ്കിൽ ഗാന്ധി-ഇർവിൻ പാക്റ്റ്. ഒപ്പുവെച്ചത് 1931 മാർച്ച് 5 മാർച്ച് 5 ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. പിന്നെയോ ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനവും എങ്ങനെയായി? നിഷ്ഫലമായി അവസാനിക്കുകയാണ് ചെയ്തത്. പിന്നെ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇനി സായുധ വഴിയിലെ പോരാട്ടം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. അതായത് ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചില വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ഇവരെ നയിച്ചത്. അതിനെ തുടർന്നാണ് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടത്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്തു, അല്ലേ? അപ്പോൾ ഈ കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത് 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ
സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. അങ്ങനെ ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ 2 പ്രധാന പ്രവർത്തികളായിരുന്നു. ഒന്നാമത്തത് ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. പിന്നെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസിൻ്റെ പിടിയിലായ ഭഗത് സിംഗും രാജ്ഗുരു സുഖ്ദേവ് എന്നീ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റി. 23 അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. ബംഗാളിൽ ആരായിരുന്നു? സൂര്യ സെൻ. ഓക്കെ, സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ച് ഭരണകൂടത്തെ ഞെട്ടിച്ചു. വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. അതിലുള്ളവരാണ് പ്രീതിലത വധേദാറും കൽപ്പന ദത്ത്, ബീനാദാസ് എന്നിവരൊക്കെ കേട്ടോ. അപ്പം എന്താണ് ഈ കാക്കോരി സംഭവം? കാക്കോരി എന്താണ്? ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായിട്ട് 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കൂരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടി 8 ഡൗൺ ട്രെയിൻ തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. രാംപ്രസാദ് ബിസ്മിൽ, പിന്നെന്താണ് രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്കും നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തതാണ് ഇത് കാക്കൂരി സംഭവം കേട്ടോ. പിന്നെ ഭഗത് സിംഗിൻ്റെ ഒരു ആഹ്വാനമുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1931 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറയുന്നുണ്ട്: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്, എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകരപ്രവർത്തകനല്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നാളൊഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ആരാ ഇങ്ങനെ പറഞ്ഞത്? ഭഗത് സിംഗ് ആണ് കേട്ടോ. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെപ്പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. പിന്നെ കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയത എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 1931 അദ്ദേഹം ഈ സന്ദേശം പറയുന്നത്. ഓക്കെ, ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നമ്മൾ പഠിക്കൂ കേട്ടോ. എന്താണ്? സായുധ സേന രൂപീകരിച്ച് ഇന്ത്യയെ പുറത്ത് നിന്ന് പോരാടിയ ഡൽഹി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങളൊക്കെ നൽകി. ഓക്കെ, പിന്നെ ക്യാപ്റ്റൻ ലക്ഷ്മി റാണി ഝാൻസി റെജിമെൻറ്റിൻ്റെ കമാൻഡറൊക്കെ ആയിരുന്നു. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസ്സിനുള്ളിൽ തന്നെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായൺ അദ്ദേഹമായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തത്തെയും ജന്മിത്വത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കുക, അതും ആർക്ക് കഴിഞ്ഞു? ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. കമലാദേവി ചതോപാധ്യായ ആരാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല. വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റു ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അപ്പം അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അങ്ങനെ പറഞ്ഞത് ആരാണ്? കമലാദേവി ചതോപാധ്യായയാണ് കേട്ടോ. CSPയുടെ ഒരു നേതാവായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്?
പാർലമെൻറ്റിൽ ബോംബ് എറിഞ്ഞ കാര്യം അല്ലേ, നമ്മുടെ ടെക്സ്റ്റിലില്ല ഡേറ്റ്. 1929 ഏപ്രിൽ 8-നായിരുന്നു കേട്ടോ. അത് ഏപ്രിൽ 8-ന് ആരൊക്കെ? ഭഗത് സിംഗ്, BK ദത്ത് എന്നിവർ കേന്ദ്ര നിയമ നിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. അവർ ഇങ്ങനെ ചെയ്തിട്ട് അതിൽ വലിച്ചെറിഞ്ഞൊരു ലഘുരേഖയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബധിരരുടെ ചെവികൾ തുറപ്പിക്കാനാണ്, ആരെയും കൊല്ലാനല്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കർഷക മുന്നേറ്റങ്ങളാണ് പഠിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു. എന്തൊക്കെയാണ്? അമിതമായ നികുതി, ജന്മിമാരുടെ ഭൂഷണം, പിന്നെ കുടിയൊഴിപ്പിക്കൽ അല്ലേ. അങ്ങനെ 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നു. ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. ഓക്കെ, 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായിരുന്നു. ഇനി 1940കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പ്രധാന ഘടകങ്ങളുമായിരുന്നു കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തേഭാഗ സമരം, പിന്നെ ആന്ധ്രയിലെ തെലങ്കാന സമരം എന്നത്. തേഭാഗ എവിടെയാണ്? ബംഗാളിലാണ് കേട്ടോ. ബംഗാളിൽ തേഭാഗ സമരം. തേഭാഗ സമരം എന്ന് പറയുന്നത് എന്താണ്? അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946-47 കാലത്താണ് തേഭാഗ സമരം നടന്നത്. ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു കർഷകരുടെ സമരം. വിളവ് 2 ഭാഗിച്ച് 1 ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വിളവിനെ 3 ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമാണ് ഇത്? തേഭാഗ ചായ്, അതായത് 3/2 ഭാഗം ഞങ്ങൾക്ക് വേണം എന്നുള്ളത് കേട്ടോ. അതാണിത്. ഇതെവിടെയാണ്? ബംഗാളിൽ കേട്ടോ. ബംഗാളിലാണ് തേഭാഗ സമരം. തെലങ്കാന സമരം ആന്ധ്രയിൽ. ഇനി നാവിക കലാപം എവിടെയായിരുന്നു? നാവിക കലാപം ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. ഇതാണ് റോയൽ ഇന്ത്യൻ നേവി. ഓക്കെ, അപ്പം 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. 1946 ഫെബ്രുവരി 18-ന് മുംബൈയിലെ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം RIN കലാപം എന്നറിയപ്പെടുന്നു. എന്താണ്? RIN കലാപം എന്നറിയപ്പെടുന്നു. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റ് നാവിക കേന്ദ്രങ്ങളിലും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചാണ് അടിച്ചമർത്തിയത്. അതാണ് നാവിക കലാപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെ ഓരോ കലാപങ്ങളൊക്കെ നോക്കുകയാണ്. അവിടെ ആ സമയത്താണ് തൊഴിലാളികളൊക്കെ സംഘടിതരാകുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളിയുടെ പ്രധാന പ്രശ്നം എന്തൊക്കെയായിരുന്നു? കുറഞ്ഞ കൂലി, മോശമായ ഭക്ഷണം, കൂടുതൽ ജോലി സമയം, പിന്നെ സ്ത്രീ അഥവാ പിന്നെ ബാലതൊഴിലാളികളൊക്കെ നേരിട്ട ചൂഷണം എന്നിവയൊക്കെയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഏതാണ്? AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC. ഓക്കെ, 2ാം ലോക യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ, പിന്നെ കമ്പി തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. പിന്നെ 1946 റോയൽ ഇന്ത്യൻ നേവി, നമ്മളാദ്യം പറഞ്ഞല്ലേ RIN, റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്കും സംഘർഷത്തിലാണ് അവസാനിച്ചത്. പിന്നെ തെലങ്കാന സമരം, അത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. 1946 to 51 വരെയുള്ള കാലത്ത് നടന്ന ഒരു
വലിയൊരു കർഷക സമരമായിരുന്നു കേട്ടോ നാട്ടുരാജ്യമായ ഹൈദരാബാദിൽ ഉൾപ്പെട്ട തെലങ്കാന മേഖലയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. പിന്നെ പി സുന്ദരയ്യ, ആരൊക്കെയാണ്? സുന്ദരയ്യ, പിന്നെ ബാസവ പുന്നയ്യ, പിന്നെ സി രാജേശ്വര റാവു തുടങ്ങിയവരായിരുന്നു ഈ തെലങ്കാന സമരത്തെ നയിച്ചത് കേട്ടോ. അതും ഒന്ന് എഴുതി വച്ചേക്കാം. ഓക്കെ, ഇനി നമ്മളങ്ങനെ എവിടെ എത്തുവാണ്? ആ ബ്രിട്ടീഷുകാർ നാട് വിടാൻ പറയാൻ പോവുകയാണ് അല്ലേ. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. ഇതിനായി സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്ത് ചെയ്തു? ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യൻ നേതാക്കന്മാരെ ചർച്ചയിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമാവുകയും ചെയ്തു. എന്താണ് ഗാന്ധിജി പറഞ്ഞത്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്. എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോട് ബാക്കിയാവില്ല. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി പറഞ്ഞതാണ് ഈ ഒരു സെൻറ്റൻസ്. ഇതോടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായത്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം എന്ത് ചെയ്തു? രാജ്യം മുഴുവൻ വ്യാപിക്കുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളും യുവജനങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകളും എല്ലാവരും സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. പിന്നെ ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസിഫ് അലി, സുജേത കൃപലാനി അവരൊക്കെ എന്ത് ചെയ്തു? ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും ആക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിൻ്റെ അക്രമമാണ് ജനങ്ങളെ എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന് സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാരവ്രതം പൂർത്തിയാക്കി. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലികമായ ഭരണകൂടങ്ങളും സ്ഥാപിക്കപ്പെട്ടു. ബല്ലിയ, അത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടത്. ചിട്ടു പാണ്ഡ. പിന്നെ സത്താറ, എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലകൊള്ളുകയുണ്ടായിരുന്നു. പിന്നെ താംലൂക്ക്, അതെവിടെയാണ്? ബംഗാളിൽ കേട്ടോ. ബംഗാളിലെ താംലൂക്കിൽ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്നത് അടിയന്തര ലക്ഷ്യമാക്കി മാറ്റി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം. അതോടൊപ്പം തന്നെ അധികാര കൈമാറ്റം അനിവാര്യമായി. തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ടല്ലോ എന്താണ്? ഡൽഹി ചലോ എന്തായിരുന്നത്? INA സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടു അല്ലേ. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. അത് 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗങ്ങളിലെ വാക്കുകളാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു ആര്? സുഭാഷ്
സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. 2 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. പിന്നെ 2ാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി INA അല്ലേ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. INA പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചിരുന്നില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ ഏതിന് കഴിഞ്ഞു? INAക്ക് കഴിഞ്ഞു. 2ാം ലോക യുദ്ധം അവസാനിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രോസൈഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ഉണ്ടായി. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുരേഖകൾ പ്രചരിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇത് INA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന ഈ പ്രക്ഷോഭങ്ങൾ കേട്ടോ. ഇനി INA ഇന്ത്യൻ നാഷണൽ ആർമിയെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്നു മോഹൻ സിംഗ്. മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ആരാണ്? മോഹൻ സിംഗ് കേട്ടോ, ക്യാപ്റ്റൻ മോഹൻ സിംഗ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. INAയുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വളരെ വലുതായിരുന്നു. റാണി ഝാൻസി റെജിമെൻ്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? നമ്മൾ ആദ്യം കണ്ടല്ലേ, മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈക്കാൾ ആയിരുന്നു. INAയിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പിടികൂടി തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഇനി അപ്പം നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയാണ് അല്ലേ. 2ാം ലോക യുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ബേബൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല സമ്മേളനത്തിന് ശേഷമുണ്ടായ ചില സംഭവങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ്. ഒന്നാമത്തെ 1946 മാർച്ചിലുള്ള ക്യാബിനറ്റ് മിഷൻ. എന്താണ് അതിൽ പറയുന്നത്? അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ. ആരൊക്കെ ഉണ്ടായിരുന്നു അതിൽ? സ്റ്റെഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ എന്നിവരായിരുന്നു. അധികാര കൈമാറ്റം നടക്കുന്നതുവരെ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി മൗണ്ട് ബാറ്റൺ പദ്ധതി എന്താണ്? 47 ജൂൺ 3 അല്ലേ, അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയാണിത്. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2ആയി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചത് ഏതിലാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയിലാണ്. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ടെക്സ്റ്റിലില്ലാന്ന് തോന്നണേ, ടീച്ചേഴ്സിൻ്റെ ബുക്കിലാണെന്ന്. എങ്ങനെയായിരുന്നെന്നത് അറിയാവോ? ഞാൻ പറയാം. ആദ്യം വേവൽ പ്രഭു ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സിംല യോഗം ചേർന്നു. അത് കഴിഞ്ഞ് ക്യാബിനറ്റ് മിഷൻ, പിന്നെ മൗണ്ട് ബാറ്റൺ പദ്ധതി, അവസാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിൻറ്റും പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. നാളെയുള്ള എക്സാമും എഴുതുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റിലും അറിയിക്കുക. അപ്പം ഇനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.